സത്യമായും നിന്നോട് ഞാൻ പറയുന്നു. മർക്കോസിന്റെ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം ഒലിവ് മലയുടെ നെറുകയിൽ നടക്കുന്ന ഒരു മഹാസംഭവമാണ് ഇത്. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് പത്രോസിനെ ഓർമ്മിപ്പിച്ചു, പത്രോസെ, നീ എന്നെ തള്ളിപ്പറയും. ഒരാൾ ആണയിട്ട് പറയണമെങ്കിൽ ഉറപ്പുള്ള കാര്യം സംഭവിക്കണം, അല്ലേ? യേശുദമ്പുരാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് സത്യമായും. സത്യമായും യേശു പലയിടത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. സാധാരണ ക്രിസ്തു ഉപയോഗിക്കുന്നത് ഗൗരവമുള്ള കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോഴാണ് സത്യമായും എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. രക്ഷ, നിത്യജീവൻ, ഇതിനെപ്പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യന്റെ ചിന്തയ്ക്ക് വിരുദ്ധമായത് പറയുമ്പോൾ യേശു തമ്പുരാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മുമ്പന്മാർ പിമ്പന്മാരും താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. മുന്നറിയിപ്പ് നൽകുമ്പോൾ, കപടവിശ്വാസികൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. വ്യാജ ധാർമ്മികത ഉണ്ടായിരിക്കുന്ന ഇടത്ത് തമ്പുരാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സത്യമായും പത്രോസിന്റെ മൂന്നാമത്തെ ദുഃഖത്തിന്റെ കാരണം മുന്നറിയിപ്പുകളെ അവഗണിച്ചു എന്നതാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചതിന്റെ പേരിലാണ് പത്രോസ് ക്രിസ്തുവിന്റെ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ ആ രാത്രിയിൽ കരഞ്ഞു പോയത്. മുന്നറിയിപ്പുകളെ അവഗണിക്കുക. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കൃത്യമായിട്ട് ഈ പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്നെ തള്ളിപ്പറയും.